ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കണു. ടോക്സിക് ട്രെയിലർ വന്നിരിക്കെ 4 മിനിറ്റ് 39 സെക്കൻഡ്. பார்க்கலாமா? நான் இன்னைக்கு பெரிய செம்ம மூடில் இருக்கேன். കാരണം DC ദേവദാസ് ചന്ദ്ര മോനെ ഇന്നാണ് കണ്ടത്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് കാര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതിൽ പെട്ടുപോയി. അമ്മാതിരി ഗംഭീര എക്സ്പീരിയൻസ് പറഞ്ഞെന്ന് മാത്രം. അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഒപ്പീനിയൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ടോക്സിക്കിൻ്റെ ട്രെയിലറിലേക്ക് കടക്കാം. കമാൻ എവരിബഡി. യെസ്. ഇനി പറയുന്നല്ലോ ഞാൻ കേൾക്കാം. ദേഷ്യം കാണിക്കല്ലേ ഡാഡി. I promise. I promise. മുഖത്ത് ചായം തേച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്കുള്ളിലെ ദുഃഖം ഒളിപ്പിക്കാം. നമ്മളെ നശിച്ച തലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. തമിഴ് കാണ്ടി വരുമോ? അയ്യോ, തമിഴ് കാണ്ടി വരുമോ? എന്റെ ആഗ്രഹം എന്താണെന്നറിയോ രായ? ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. എന്റെ സിറ്റിയിൽ വന്ന് എന്റെ ഫാമിലിയുടെ മേൽ ഓ, കൈവച്ചത് ഹിസ്റ്ററിയൊക്കെ നോക്കിയ മോനെ. ഹോളിവുഡ് പരിപാടി. ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനിട്ട് പറക്കണം. എനിക്ക് എന്താ നടക്കൂ? അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. എന്നിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക് എത്രയും മേടിക്കുന്നത്? Who the hell are you? I was regular. Who the hell are you? Oh. This permanent. This was supposed to be my fucking fairy tale. I was hoping to have a civilized conversation. Do I look civilized to you? Hello, Daddy. സമാധാനത്തിലൂടെ ശരിയാക്കാമെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഏതുപോലെ തന്നെ ടോക്സിക്. ഇതെങ്ങനെ അവസാനിക്കാനെന്ന് എനിക്ക് തന്നെ അറിയാലോ. I'm coming. Be ready to battle chaos. Who is chaos? ആരാണ് അപ്പൊ ഡിസ്കിട്ടാ? എന്റെ മുഖത്ത് നിറങ്ങളെല്ലാം മായ്ക്കാൻ പറഞ്ഞു. ഞാൻ ജോക്കറല്ല, bastard ആണെന്ന്. ഞാൻ തമിഴ് തന്നെയായിരിക്കും കാണണം എന്തായാലും. ഓരോ തീരുമാനത്തിലും തക്കതായ വില നീ കൊടുത്തേ പറ്റൂ.
ഓ എന്താ പരിപാടിയേ ഗീതു മോഹൻദാസ് Toxic. Hey. ഞാനെന്തായാലും മലയാളം കാണില്ല. ഇവിടെ തമിഴ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും തമിഴായിരിക്കും പോയി കാണുന്നത്. എനിക്ക് ആക്ച്വലി ഈ മലയാളത്തിലെ ഡബ്ബിങ് അത്ര കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോൾ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തുടക്കം ഒരു മലയാളം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആക്ച്വലി ഓക്കെ മലയാളം ഇനി വേണ്ട, അത് ഞാൻ വിട്ട്. പിന്നെ ഞാൻ വിഷ്വലിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. വിഷ്വലി ഇങ്ങനെ സംഗതി എന്തിവർ ചെയ്യാൻ പോണയാ പോലെ ഭയങ്കര വലിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഹോളിവുഡ് ലെവലിലുള്ള വിഷ്വൽസ്, ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ സംഗതി. ഇത് ബോംബായി കഴിഞ്ഞാൽ വലിയ പേരിയ ബോംബ് ഇതാ ആകെ പോകുന്നത്. ആനാ ഹിറ്റാണെങ്കിൽ പെരിയ തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. വിഷ്വലി എനിക്ക് പരിപാടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. യഷിൻ്റെ ലുക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ളതിൻ്റെ അകത്ത് ഉള്ള പരിപാടികൾ ട്രെയിലറിൽ ഓക്കെ. ഞാൻ തമിഴ് ട്രെയിലർ കണ്ടിട്ടില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് തമിഴ് ട്രെയിലർ കാണാം. ഞാനിപ്പോൾ മലയാളം കുറച്ചും കൂടിയും നമ്മുടെ ഇതായതുകൊണ്ട് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു എന്ന് മാത്രം. എനിക്ക് ഡബ്ബിങ് എന്തോ ഒരു 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 സുഖക്കുറവ് തോന്നി ആക്ച്വലി. അതുകൊണ്ട് എന്തായാലും പടം വരട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല. ടോക്സിക് ഏതൊക്കെ പടങ്ങൾ കാണും, എത്ര പടങ്ങളാണ് വരുന്നേ. അടുപ്പിച്ചൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ കിളിയൊക്കെ കൂടി പറന്നു പോകും സത്യത്തിൽ. അവിടെ തിയേറ്ററിൽ തന്നെ പെറ്റിടക്കേണ്ടി വരും. പെറ്റി കിടക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോയി കാണുന്ന പടങ്ങളൊക്കെ എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നാൽ മതി. ഇപ്പോൾ ടോക്സിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ സ്റ്റോറി. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ സ്റ്റോറി. എനിക്ക് വേണ്ട, ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഭയങ്കര കാര്യമായിട്ട്. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ ലോജിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സിനിമ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യഷിൻ്റെ സ്റ്റൈല്, ആക്ഷൻ, ടെക്നിക്കലി വിഷ്വലി ഒക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ളൊരു തിയേറ്ററിക്കൽ വാച്ച് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പരിപാടി. അറ്റ്ലീസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സാധനം, ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം, സ്റ്റോറി പോട്ടെ അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന സമയത്ത് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കേസ് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം മലയാളത്തിലുള്ള ഡബ്ബിങ് ഒരു സുഖമില്ലെന്നേ. മറ്റേ ഫസ്റ്റ് പറഞ്ഞൊരു നീണ്ട ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്ക് മലയാളത്തിൽ കേട്ടപ്പോൾ തന്നെ ഒരു സുഖക്കുറവ് തോന്നി. അപ്പോൾ ഞാനെന്തായാലും പ്രിഫർ ചെയ്യുന്നത് തമിഴായിരിക്കും. ഏതായാലും പടം വരട്ടെ, കാണാം, ഉഷാറാവട്ടെ. ഇപ്പം ചിലതൊക്കെ ഇപ്പം ഞാൻ DC ഒക്കെ കാണാൻ വേണ്ടി പോയത് ദേവദാസ് ചന്ദ്ര, നമ്മുടെ ലോക്കി, അനിരുദ്ധ് മ്യൂസിക്കൽ. ഞാൻ സത്യത്തിൽ കാണാൻ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ലെന്നേ. പിന്നെ എപ്പോഴെങ്കിലും പോയി കാണാമെന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, എൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ കേട്ട് പീക്ക് ലെവല് പ്രതീക്ഷയൊക്കെ വെച്ച് തരിച്ച് കയറി നിന്നിട്ടാണ് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സാധനം പിന്നെ അഭിപ്രായങ്ങൾ കേട്ട് തരിപ്പ് കയറി ആ തരിപ്പും വെച്ച് കാണാൻ വേണ്ടി പോയിട്ട് ഈ പ്രതീക്ഷയെക്കാട്ടിലും മുകളിലുള്ളൊരു സാധനം കിട്ടി എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലതൊക്കെ അങ്ങനെയാണ്, പ്രതീക്ഷയില്ലാതെ പോയി കാണുന്ന സമയത്ത് വേറെ തന്നെ എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് കണ്ടിട്ട് ആ സിനിമയുടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഇമോഷണലി അത്രയും ഇതായി.
ദ ഫയർ ആൻഡ് ബ്യൂട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് ആ സിനിമയെ കുറിച്ചിട്ട് വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ ടോക്സിക്കിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്രതീക്ഷ പറഞ്ഞ സാധനം ഞാൻ വലിയ അളവൊക്കെ ഒന്നും വെക്കണില്ല. ടു ബി ഫ്രാങ്ക്, എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുമെന്നല്ല ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിതിൻ്റെ അകത്ത് യഷിൻ്റെ സ്റ്റൈൽ, യഷിൻ്റെ ഫൈറ്റ്, മൊത്തത്തിൽ ഈ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ആ ക്യൂരിയോസിറ്റി എനിക്ക് ആക്ച്വലി ഉണ്ട്. അപ്പോൾ വരട്ടെ, ബാക്കി സിനിമ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. ബൈ. അപ്പോൾ ഡീസയുടെ ഒപ്പീനിയൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ അതൊന്ന് കാണുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.